ഓക്കെ, ഈ വീഡിയോയിൽ നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഡെറിവേറ്റീവ് നമുക്കറിയാം. അപ്പോൾ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി എക്സ് ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ്. ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് 1/x ആണ്. ഈ ഫൈൻഡ് ദ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി എക്സ് ചെയ്യുമ്പോൾ കിട്ടുന്നതിൻ്റെ ഡി ബൈ ഡി എക്സ് ഒരു പ്രാവശ്യം കൂടെ ഡി ബൈ ഡി എക്സ് എന്ന് വെച്ചാൽ ഡി ബൈ ഡി എക്സ് ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ്. അതാണ് ഉദ്ദേശിക്കുന്നത്. വെച്ചാൽ ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സിൻ്റെ ഡി ബൈ ഡി എക്സ്. അപ്പോൾ ഇതെന്ത് വരും? ഡി ബൈ ഡി എക്സ് ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് 1/x ആണ്. സോ 1/x. ഡി ബൈ ഡി എക്സ് ഓഫ് 1/x ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഡി ബൈ ഡി എക്സ് സെക്കൻഡ് ഡെറിവേറ്റീവിനെ വേറൊരു രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്നാണ്. അപ്പോൾ ഫൈൻ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇത് സെയിം ആസ് സെക്കൻഡ് ഡെറിവേറ്റീവ്. ഓക്കെ, അപ്പോൾ 1/xൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കാം. 1/xൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് പഠിച്ചിട്ടുള്ള ഫോമിലല്ലാതെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്കുള്ളത് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു എൻ എക്സ് റൈസ് ടു എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1 ആണ്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ എക്സ്പോണൻറ്റിലല്ല ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സ്പോണൻസിൻ്റെ പ്രോപ്പർട്ടീസ് ഉപയോഗിക്കാം. എക്സ് റൈസ് ടു മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1/x ആണ്. അതുപോലെ എക്സ് റൈസ് ടു മൈനസ് 2 1/x സ്ക്വയർ ആണ്. അങ്ങനെ ഏത് എക്സ്പോണൻറ്റ് വേണമെങ്കിലും നമുക്ക് ജനറലി എക്സ് റൈസ് ടു മൈനസ് എൻ ഇസ് ഈക്വൽ ടു 1/x റൈസ് ടു എന്ന് എഴുതാം. അപ്പോൾ ഇവിടുത്തെ 1/xനെ നമുക്ക് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു മൈനസ് 1 ആയി. അപ്പോൾ ഇത് ഈ ഫോമിലാണ് ഇപ്പോൾ. അപ്പോൾ നമുക്ക് ആ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റും ഇവിടെ. അപ്പോൾ ഇവിടെ n എന്ന് പറയുന്നത് -1 ആണ് ഇവിടെ. അപ്പോൾ -1 ഇൻറ്റു എക്സ് റൈസ് ടു n -1 ആണ്. അപ്പോൾ -1 -1. അപ്പോൾ ഇത് -1 എക്സ് റൈസ് ടു -2. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ ഒന്ന് ഈ ഫോമിൽ പോസിറ്റീവ് എക്സ്പോണൻ്റ് ആയിട്ട് എഴുതണമെങ്കിൽ ഇതിനെ -1/x സ്ക്വയർ എന്ന് എഴുതാം. കാരണം വെച്ചാൽ എക്സ് റൈസ് ടു -2 എന്ന് പറയുന്നത് 1/x സ്ക്വയർ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത്. ഞാൻ ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം ഇതുപോലത്തെ. അപ്പോൾ ഇവിടെ ഫൈൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് y is equal to x sin x എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഇത് ഇവിടെ രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റാണ്. എക്സ് ഒരു ഫംഗ്ഷനാണ്, സൈൻ എക്സ് ഒരു പ്രോഡക്റ്റാണ്. ഈ രണ്ട് ഫംഗ്ഷൻസിൻ്റെ പ്രോഡക്റ്റാണ് എക്സ് സൈൻ എക്സ്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് ഒരു ഡെറിവേറ്റീവ് കിട്ടും. പക്ഷെ നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഡെറിവേറ്റീവാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സൈൻ എക്സ് നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. എക്സ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എക്സ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് രണ്ട് ഇത് വരുന്നുണ്ട്. ഇതൊരു സമ്മാണ്, സം ഓഫ് ടു ഫങ്ഷൻസ് ആണ്. അതിൽ തന്നെ ഫസ്റ്റ് ഫംഗ്ഷൻ രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റാണ്, എക്സിൻ്റെയും കോസ് എക്സിൻ്റെയും പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഡി ബൈ ഡി എക്സ് പറഞ്ഞാൽ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് കോസ് എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് വരും. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും പ്രൊഡക്റ്റ് ഉള്ളപ്പോഴാണ് എക്സ് ഫസ്റ്റ് ഫംഗ്ഷൻ കോസ് എക്സ് സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പോൾ എന്ത് വരും? ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, പ്ലസ് പിന്നെ ഇത് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് മൈനസ് എക്സ് സൈൻ എക്സ് പ്ലസ് ഇവിടെ ഒരു കോസ് എക്സ് ഉണ്ട്, ഇവിടെ ഒരു കോസ് എക്സ് ഉണ്ട്, രണ്ട് കോസ് എക്സും കൂടി ആഡ് ചെയ്താൽ 2 കോസ് എക്സ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ അതിൻ്റെ പ്രോബ്ലംസ് നോക്കാം.